സർക്കാർ പ്രഖ്യാപിച്ച പ്രിയദർശിനി യാത്രാ സൗജന്യ പദ്ധതി ഉപയോഗിക്കുന്ന സ്ത്രീകളെ അധിക്ഷേപിച്ച് ഗതാഗത മന്ത്രി CP ജോൺ കേട്ടാ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. പൈസ ഇല്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു. എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നുവെന്നാണ് മന്ത്രിയുടെ അധിക്ഷേപം. കളിച്ച് അങ്കത്തട്ടി കയറി അന്നോടാ കളിക്കുന്നത്. അതേടൂ സേതു കളിക്കും. ഇത് ചതിയാണ്, കൊടും ചതി. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടും. നിനക്കെന്തൊരു നട്ടം? ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ. പാവം, ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ്. ഗവൺമെന്റ് നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? പുതിയ സർക്കാരിന്റെ അഭിമാന പദ്ധതിയെക്കുറിച്ച് ഗതാഗത മന്ത്രി CP ജോണിന്റെ പ്രതികരണമാണിത്. മനോഹരം, ഗംഭീരം. പ്രകടന പത്രികയിലെ ഗ്യാരണ്ടികളൊന്ന് പ്രാവർത്തികമാക്കിയെന്ന് സർക്കാർ ഊറ്റം കൊള്ളുമ്പോഴാണ് മന്ത്രിയുടെ ഈ അധിക്ഷേപ പരാമർശം. നിനക്ക് സംതൃപ്തിയായിടാ ചതിയോ? സർക്കാർ പ്രഖ്യാപിച്ച യാത്രാ സൗജന്യ പദ്ധതി ഉപയോഗപ്പെടുത്തുന്നവരെ കുറിച്ചുള്ള മന്ത്രിയുടെ മനോഭാവം വ്യക്തമാക്കുന്ന പ്രതികരണം വലിയ വിമർശനം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. പറ്റിയത് പറ്റി, ഇനിയിപ്പോ എന്ത് ചെയ്യും? കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം. കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. അധിക്ഷേപ പരാമർശം വിവാദമായിട്ടും തെറ്റു മനസ്സിലാക്കാതെ ന്യായീകരിച്ച് തകർക്കുകയാണ് മന്ത്രി CP ജോൺ. അടി ചെയ്യൂ ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യൂല എന്നൊരു ചൊല്ലുണ്ട്. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. അതായത് തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞതായിരിക്കും. ഞാൻ പ്രസംഗിച്ചത് അങ്ങനെയല്ല. എങ്ങനെ അളിനതൊന്നുകൂടി പറഞ്ഞു. അതായത് തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞതായിരിക്കും. ഞാൻ പ്രസംഗിച്ചത് അങ്ങനെയല്ല. ഇത്രയധികം ആളുകൾ ഒരു ചെറിയ എന്താ പറയാ ബസ് കാശ് പോലും ഇല്ലാതെ വിഷമിക്കുന്നു. ആ വിഷമിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെല്ലാവരും കണ്ണു തുറക്കും. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. വെറുതെ കിടന്ന് ഉരുളാദാശനെ നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ?